ഹായ് ഡിയേഴ്സ്, നമുക്ക് അങ്കമാലി മാങ്ങക്കറി സ്റ്റൈലിൽ ഒരു അടിപൊളി കുമ്പളങ്ങ അല്ലെങ്കിൽ ഇളവൻ കറി വെക്കാം. അതിനായിട്ട് ഒരു മൺചട്ടി എടുക്കുക. അതിലേക്ക് സവാള നീളത്തിലരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ ഉപ്പ് കല്ലുപ്പായിരിക്കും ബെസ്റ്റ്. അങ്കമാലി മാങ്ങക്കറിയൊക്കെ വെക്കുമ്പോൾ കല്ലുപ്പ് ചേർക്കുമ്പോഴാണ് ആ ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുന്നത്. ഇവിടെ ഞാൻ പിങ്ക് സാൾട്ടാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പ്, വിനാഗിരി, വെളിച്ചെണ്ണ, ഇതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇത്ര ചേർത്തിട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ മൂന്നും ചേർത്തിട്ട് വീണ്ടും ഒന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. സവോളയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം കേട്ടോ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുക. കുമ്പളങ്ങയൊക്കെ കനം കുറച്ചരിയുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള രണ്ടാം പാല് ചേർക്കണ്ട, കാരണം കുമ്പളങ്ങയൊക്കെ പെട്ടെന്ന് വേവും. പിന്നെ കുമ്പളങ്ങയിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുമ്പളങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം ഒന്ന് വന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തുമാത്രം കറി വേണോ അതനുസരിച്ചുള്ള രണ്ടാം പാല് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കറിയൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരുപാടിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി പതഞ്ഞു പോകും. അങ്ങനെ കുമ്പളങ്ങയൊക്കെ വെന്തു നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി കഴിയുമ്പോൾ തേങ്ങയുടെ ഒന്നാം പാല് ചേർക്കാം. ഒന്നാം പാൽ ചേർത്ത് ഇതുപോലെ വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരുപാടിട്ട് തിളപ്പിക്കണ്ട, നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് മൂപ്പിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കുഞ്ഞുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത് മൂന്നും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ഇടുക. അതിനുശേഷം നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇരിക്കും നമ്മുടെ കുമ്പളങ്ങ പാൽക്കറി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്കമാലി മാങ്ങക്കറിയുടെ തന്നെ ഏകദേശം ടേസ്റ്റൊക്കെ തന്നെയാണ്. അതിലും നല്ല കറിയാണെന്ന് നമുക്ക് പറയാം. ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്